ഓണൊക്കെ പോഡ്കാസ്റ്റ് എപ്പിസോഡ് ഒക്കെ ഇടും. അയ്യോ ഗൈസ് താങ്ക് യു സോ മച്ച് ഗൈസ്. സത്യം പറയാലോ എല്ലാവരും താങ്ക് യു. ഞങ്ങൾ വേറൊരു കാര്യം പറഞ്ഞാൽ അതിൽ കോണ്ടന്റ് എന്ന് പറയാൻ ശരിക്കും ഒന്നും ഇല്ല. ഞങ്ങള് രണ്ടുപേരും ഈ പുണ്ടച്ചിമോനെ ഇവന്റെ അടുത്ത് ഞങ്ങള് രണ്ടുപേരും ചെന്നപ്പോ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം എന്ന് പോലും അറിയത്തില്ലായിരുന്നു കേട്ടാ. കാരണം പുള്ളിയൊക്കെ എങ്ങനെയായിരിക്കും നമ്മളോടൊക്കെ സഹകരിക്കുക, അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു കേട്ടാ. ഞാൻ കണ്ണാപ്പിയുടെ അടുത്ത് കേറുന്നതിന് മുമ്പേ വാൺ ചെയ്ത് വെച്ചൊക്കെ, കണ്ണാപ്പി ആവശ്യമില്ല അതൊന്നും പറയല്ലേടാ, ശോകമാണ്, ഒന്നും പറയല്ലേ എന്നൊക്കെ ഉള്ള രീതിയിൽ ഞങ്ങളിങ്ങനെ താത്തി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോ ആകെ ഞങ്ങക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ കേട്ടോ. പുള്ളി ഇതിനെപ്പറ്റി ചോദിച്ചിട്ടൊക്കെ പുള്ളി മറന്നുപോയി. ഞാൻ ബ്ലാങ്ക് ഔട്ട് ആയി. പുള്ളി അൺചാർട്ടഡിനെ പറ്റി സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു. ഞാൻ അൺചാർട്ടഡൊക്കെ മറന്ന് ഏത് ഗെയിമാണ് എന്താണ് ഞാനിങ്ങനെ ബ്ലാങ്ക് ആയിട്ട് എന്ത് ചോദിക്കണം. പിന്നെ ഞങ്ങള് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാന്ന് പറഞ്ഞ സംസാരിച്ച് സത്യത്തെ അങ്ങനെ നമ്മളൊന്നും അങ്ങനെ ക്വസ്റ്റ്യൻസ് ആയിട്ടൊന്നും പ്രിപ്പയർ നമ്മൾ ഫുൾ ചില്ലായിരുന്നു അല്ലേ? അതെ 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 അതെ. മോസ്റ്റ്ലി അടുത്ത പോഡ്കാസ്റ്റ് ഗസ്റ്റ് നമ്മുടെ ടോവിനോ ആയിരിക്കും, അല്ലെങ്കിൽ നിവിൻ പോളി. ഇതിൽ രണ്ടിൽ ആരെങ്കിലും ഒരാളായിരിക്കും. കൺഫേം ആയില്ല. ആൻഡ് അതിന്റെ കൂടെ തന്നെ നമ്മള് കണ്ണാപ്പി തിങ്കളാഴ്ച പെജോ എക്സ് ആദർശ് ബ്രോ. അത് മെമ്പർഷിപ്പ് ബാക്കിൽ ആ കണ്ണാടി വെച്ചേക്കുന്ന പന്നിനെ എന്തിനാ അവിടെ തിരിച്ചു വെച്ചിരിക്കുന്നേന്നോ? ഓ ലോക്കോയോ? അതവിടെ ഇരുന്നോട്ടെ. വിഷയം പിന്നല്ല, നമ്മള് ലെവലപ്പാണ്. ഫെജോ ബ്രോടെ നമ്മുടെ വീട്ടിൽ വെച്ചിട്ടാ ഇല്ല ബ്രോ, മറ്റേതൊക്കെ എറണാകുളത്ത് വെച്ചിട്ടായിരിക്കും. അപ്പം 4 പേർ കൂടി ഇരിക്കണ്ടേ? അത് സീനില്ല. നമ്മള് ഡ്യുവൽ ക്യാം 3 ക്യാം ആയിരിക്കും സെറ്റ് ചെയ്യണ ജോക്കി. ജോക്കിന്ന് വില്ലം ബ്രോ ഫസ്റ്റ് ടൈം കണ്ണാപ്പിനെ ഇങ്ങനെ ഇരിക്കുന്ന കാണുന്ന നിഷ്കു കണ്ണാപ്പി. വേടനെ കൊണ്ടുപോവാ ബ്രോ. ഈ കേസ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കുന്ന ടൈമിൽ ഒരു ആർട്ടിസ്റ്റുകളെയും ഒന്നിനകത്തും ഒരു ഇന്റർവ്യൂവിനും ഒന്നിനും ഇത് കൊടുക്കരുതെന്നൊക്കെയുള്ള ഇതൊക്കെ ഉണ്ടാവും. നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാനുള്ള അവസരം കിട്ടുമ്പോൾ ഉറപ്പായിട്ട് നമുക്ക് ചെയ്യാം. ഒറ്റയടിക്ക് നമുക്ക് നേരെ പോയിട്ട് അങ്ങനെ എല്ലാവരെയും കോണ്ടാക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇതൊക്കെ നമുക്ക് ഇങ്ങോട്ട് വന്ന എൻക്വയറീസാ ഗൈസ്. ഇതൊക്കെ സത്യം പറയാലോ അതിൽ സന്തോഷമുണ്ട്. ഇതൊക്കെ നമുക്ക് ഇങ്ങോട്ട് വന്ന എൻക്വയറീസ് ആണ്. ഇന്ത്യ ഫസ്റ്റ് 50-90 നാട്ടുകാർ തൂക്കി, പക്ഷെ ഫസ്റ്റ് ടൈം പോഡ്കാസ്റ്റിൽ ആസിഫലിയെ കൊണ്ടുവന്ന അണ്ണനാണല്ലോ നറോട്ടോ ഗെയിമിംഗ് ബ്രോ. ഞാൻ ഒരു കാര്യം പറയട്ടെ എടാ കണ്ണാപ്പി, സത്യമായിട്ട് ഞാൻ ആ പോഡ്കാസ്റ്റിൽ പറഞ്ഞത് സത്യമാണ്. ഏട്ടാ ഇനി ഒരു സാധനം നമ്മൾ മേടിക്കുവാണെങ്കിൽ ഇന്ത്യാസ് ഫസ്റ്റ് ഒന്നും അതൊന്നും പറയരുത് ദയവ് ചെയ്ത് കേട്ടാ. എന്നെ ആരൊക്കെ വന്ന് പണിയെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. ഞാൻ പറയാം, എന്നെ മറ്റേ പറയില്ലേ ആ പോഡ്കാസ്റ്റിനകത്ത് പറഞ്ഞതുപോലെ മറ്റേ ഭാഷ ഇല്ലാതെ ഗ്രാഫിക്സ് കാർഡ് 5090 മൈ ഫാസ്റ്റോ ഈ ഭാഷയൊക്കെ ഉള്ളവരൊക്കെ വോയിസ് മെസ്സേജ് ഒക്കെ അയച്ചു എനിക്ക്. ഞാനിതൊക്കെ വായിച്ച് ഇങ്ങനെ പുള്ളി എന്തൊക്കെ കാര്യമായിട്ട് പറയണം ഇടയ്ക്ക് അങ്ങനത്തെ ആൾക്കാർ വരെ അതിനു വേണ്ടി തർക്കിച്ച് സീരിയസ് ആയിട്ട് ഞാൻ പറയാം. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെയാണ് ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്നത് ഈ ഗ്രാഫിക്സ് കാർഡ് മേടിച്ചതിന് ശേഷം. പറയാതിരിക്കാൻ വയ്യടാ സത്യമായിട്ട്. സ്പോട്ടിഫൈയിലൊക്കെ നമ്മുടെ പോഡ്കാസ്റ്റ് കുറെ പേര് ചോദിക്കുന്നുണ്ട് സ്പോട്ടിഫൈ ആണോ. കാരണം ഈ മോസ്റ്റ്ലി കാറിലൊക്കെ പോകുന്നവരെയാണ് അവർ ഈ യൂട്യൂബ് ഓണാക്കി വെച്ച് കാണുന്നില്ല. കാരണം ഞാനിന്ന് വന്നപ്പോഴത്തേക്ക് എനിക്ക് ഒരു ബുദ്ധിമുട്ട് മനസ്സിലായി. ആണല്ലേ? എടാ അത് നിന്റെ ആയോണ്ടാണ് കാറിലൊക്കെ പോകുമ്പോ ബുദ്ധിമുട്ടിയ ആൾക്കാർ നീ തന്നെ ഇരുന്ന് കാണുന്നേ, വേറെ ആൾക്കാരത് കാണത്തില്ല. മനസ്സിലായ? ജിനോ ബ്രോ താങ്ക് യു സോ മച്ച് മെമ്പർഷിപ്പ്. ഹേ ബ്രോ താങ്ക് യു സോ മച്ച് മെമ്പർഷിപ്പ്. ഗൈസ് മെമ്പർഷിപ്പ് എടുക്കാത്തവർക്ക് മെമ്പർഷിപ്പ് എടുക്കണം. ഈ മെമ്പർഷിപ്പ് ഇതാക്കണം. അണ്ണാ അലൻ ജോസ് പെരേരെ കൊണ്ടുപോവാ. ലിവ് ബി താല്പര്യമില്ല ബ്രോ, താല്പര്യമില്ല. ഞങ്ങള് പോഡ്കാസ്റ്റില് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് സെലിബ്രിറ്റികളെ മാത്രമാണെന്ന് വിചാരിക്കില്ല. അങ്ങനെയല്ല. ഞങ്ങളുടെ പോഡ്കാസ്റ്റിൽ എൻ്റെ ഒരു പ്ലാൻ അനുസരിച്ച് നല്ല കഴിവുള്ള സപ്പോർട്ട് നല്ല രീതിയിൽ വളർന്നു വരണമെന്ന് ആഗ്രഹമുള്ളവരെയും അതുപോലെ തന്നെ കുറച്ച് ആൾക്കാർക്കൊക്കെ ഒരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടി സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെയും കൊണ്ടുവരാനാണ്. അല്ലാതെ കണ്ട കുണ്ണാളെ ഒന്നും കൊണ്ടുവരാൻ എൻ്റെ അത് പറ്റത്തില്ല. മനസ്സിലായ? ആദ്യമേ എടുത്തൊരു ഡിസിഷൻ ആണത് സത്യം.